നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഗോളിലേക്കുള്ള ദൂരം അത് സിഗ്നിഫിക്കൻ്റായി കുറച്ച് എത്രയും വേഗം എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. മാത്രമല്ല, നമുക്ക് ഇൻവെസ്റ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ അതും ഇന്ന് സിംപ്ലിഫൈ ചെയ്യാം. ലോകത്തിലെ വലിയ സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ചാർലി മങ്കർ എപ്പോഴും പറയുന്നത് ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, പക്ഷേ ആളുകൾ ഇതിനെ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്തു എന്നാണ്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നൊരു പുസ്തകമാണ് ദ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ ബൈ ബെഞ്ചമിൻ ഗ്രഹാം. ഇത് എഴുതിയത് 1949 ഇത് ഇന്നും വളരെ റെലവൻ്റ് ആണ്. കാരണം വളരെ ബേസിക് ആയ നമ്മളെല്ലാവരും അറിയേണ്ട, എല്ലാവരും മിസ് ചെയ്ത് കളയുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈവൻ വോറൻ ബഫറ്റ് പോലും പറയുന്നത് ഭൂമിയിൽ എഴുതിയ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് ബുക്കും ഇതാണ് എന്നാണ്. ഈ ബുക്കിനെ മാത്രം ബേസ് ചെയ്തല്ല ഈ വീഡിയോ, പക്ഷേ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ ഫണ്ടമെൻ്റലും വളരെ ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, ദി കോൺസെപ്റ്റ് ഓഫ് മിസ്റ്റർ മാർക്കറ്റ്. ഈ കോൺസെപ്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. നമുക്കൊരു ഫാം ഉണ്ട്, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കൃഷി നമ്മൾ ചെയ്യുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരു നെയ്ബറുണ്ട്. ആ നെയ്ബറിൻ്റെ പേരാണ് മിസ്റ്റർ മാർക്കറ്റ്. എല്ലാ ദിവസവും മിസ്റ്റർ മാർക്കറ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഫാം അദ്ദേഹത്തിന് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഒരു ഓഫർ നമുക്ക് തരും. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫാം നമുക്ക് തരാം എത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞും ഓഫർ തരാറുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ട് എറൗണ്ട് സെയിം പ്രൈസ് ഒക്കെ തന്നെയാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1,95,00,000, 1,05,00,000, അങ്ങനെ ഏകദേശം ഒരു റേഞ്ചിലുള്ള പ്രൈസാണ് പറയുന്നത്. കുറെ നാൾ മിസ്റ്റർ മാർക്കറ്റ് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നി തുടങ്ങും, നമ്മുടെ ഫാമിന് ഏകദേശം ഈ പ്രൈസൊക്കെ ആയിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളതെന്ന്. ഇത് മാത്രമല്ല, ചില ദിവസങ്ങളിൽ വട്ട് പിടിച്ച പോലെ മിസ്റ്റർ മാർക്കറ്റ് ഓടി നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് 2 കോടി രൂപ തരാം, 3 കോടി രൂപ തരാം, ചില ദിവസങ്ങളിൽ 10 ലക്ഷം രൂപ തരാം, ഇങ്ങനത്തെ ഓഫേഴ്സും തരാറുണ്ട്. മിസ്റ്റർ മാർക്കറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആവും. മിസ്റ്റർ മാർക്കറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്ന ഈ വട്ടിനെ ഒരിക്കലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നും, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഫാമിന്റെ ബിസിനസ് ഫണ്ടമെന്റൽസ് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ എന്നും നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു ദിവസം കൃത്യമായിട്ട് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഫാമിന് 4 കോടി രൂപ വിലയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അനാലിസിസ് ചെയ്ത് കുറേ സമയം മെനക്കെട്ട് ഇങ്ങനെ ഈ ഒരു പ്രൈസിലേക്ക് എത്തുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? 2 എണ്ണം ഞാൻ പറയാം. ഒന്നാമതായിട്ട്, മിസ്റ്റർ മാർക്കറ്റ് ഇപ്പോൾ ഓടി വന്ന് നമ്മുടെ അടുത്ത് പറയുവാണ്, നീ ഈ ഫാം എനിക്ക് തന്നാൽ 5 കോടി രൂപ തരാമെന്ന്. നമുക്കറിയാം നമ്മുടെ ഫാമിന്റെ മാർക്കറ്റ് പ്രൈസ് 4 കോടിയാണ് എന്ന്. അപ്പോൾ നമുക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെ മിസ്റ്റർ മാർക്കറ്റ് ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ തന്നെ നമുക്ക് മിസ്റ്റർ മാർക്കറ്റിന് നമ്മുടെ ഫാം വിൽക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം മിസ്റ്റർ മാർക്കറ്റിന് ഇടയ്ക്ക് വട്ട് പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വട്ട് പിടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് മിസ്റ്റർ മാർക്കറ്റിനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റർ മാർക്കറ്റ് നമ്മുടെ അടുത്ത് പറയും 20 ലക്ഷം രൂപ തന്നാൽ നിന്റെ ഫാം നിനക്ക് ഞാൻ തിരിച്ചു തന്നേക്കാമെന്ന്. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് 20 ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ മാർക്കറ്റ് തിരികെ വാങ്ങിക്കാനും സാധിക്കും. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്കും എന്താണ് ഇവിടെ ബെഞ്ചമിൻ ഗ്രഹാം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി കാണും. മനസ്സിലാവാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം. ബെഞ്ചമിൻ ഗ്രഹാം പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഈ മിസ്റ്റർ മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഫാം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കമ്പനികളെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഈ മിസ്റ്റർ മാർക്കറ്റ് ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ വന്ന് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ കമ്പനിയുടെയും മാറി മറിഞ്ഞു വരുന്ന ഓരോ ദിവസത്തെയും പ്രൈസാണ്. അദ്ദേഹം പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്ന ഒരു കമ്പനിയുടെ പ്രൈസും ലോജിക്കലല്ല. മിക്കപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്ന ഒരു കമ്പനിയുടെ പ്രൈസും ആ കമ്പനിയുടെ ശരിക്കുള്ള വാല്യൂവും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. അതൊരു ട്രൂത്താണ്. ഇമോഷണലായിട്ട് ആളുകളുടെ വിക്കലുകളുടെയും വാങ്ങലുകളുടെയും ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി നമ്മൾ കാണുന്നത്. മിസ്റ്റർ മാർക്കറ്റ് ഓടി വന്ന് നമ്മളെടുത്ത് നമ്മുടെ ഫാമിന് പറയുന്ന വില അത് ലോജിക്കലല്ല എന്ന് നമുക്ക് മനസ്സിലായതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന കമ്പനികളുടെ പ്രൈസ്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബ്രോക്കറിന്റെ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ആ കമ്പനിയുടെ പ്രൈസ് അതും ലോജിക്കലാവണം എന്നില്ല. ആ കമ്പനിയുടെ ഫണ്ടമെന്റലായ അനാലിസിസ് ചെയ്യാനും അതിന്റെ ബിസിനസ്സിനെ കൂടുതൽ മനസ്സിലാക്കാനും ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാൻ നമ്മൾ എത്ര രൂപ കൊടുക്കും എന്ന് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിൽ സൂക്ഷിച്ച് വെക്കാനും സാധിച്ചാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് മുകളിലോട്ടും താഴോട്ടും മാറി മറിയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള എൻട്രി എടുക്കാൻ സാധിക്കും. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, 2008 റിലയൻസ് പവറിന്റെ IPO നടന്നു. IPO പ്രൈസ് 450 രൂപയായിരുന്നു. IPO ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് 1 രൂപ പോലും റവന്യൂ ഇല്ലായിരുന്നു,
ഒരു വർക്കിംഗ് പ്ലാന്റ് പോലും ആ കമ്പനി കമ്മീഷനും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടും ആളുകൾ തള്ളിക്കേറി ആ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് നിന്നു. മാസങ്ങൾ കൊണ്ട് തന്നെ ആ സ്റ്റോക്കിന്റെ വില 100 രൂപയ്ക്ക് താഴെ പോയി. റിലയൻസ് പവർ ഒരു നല്ല കമ്പനിയാണോ അല്ലയോ എന്ന് പറയാനല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇന്നത്തെ കാലത്തും ബെഞ്ചമിൻ ഗ്രഹാം അന്ന് പറഞ്ഞ കഥ എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് എന്ന് കാണിക്കാനാണ്. വേറെ ഒരു നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളോട് പറഞ്ഞാൽ, താജ് ഹോട്ടലൊക്കെ ഓൺ ചെയ്യുന്ന ഗ്രൂപ്പ് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് 2020 ഫെബ്രുവരി 28 ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 130 രൂപയായിരുന്നു എങ്കിൽ വെറും 30 ദിവസം കൊണ്ട് ആ സ്റ്റോക്കിന്റെ വില 73 രൂപയിലേക്ക് താഴെ വീണു. നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡിന്റെ സമയത്ത് ടൂറിസം ഇൻഡസ്ട്രി മുഴുവൻ പാനിക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള ഏക കാരണം കോവിഡ് തന്നെയായിരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ മാർക്കറ്റ് വന്ന് എല്ലാവരെയും പാനിക്കാക്കി. മിസ്റ്റർ മാർക്കറ്റ് ഇവിടെ വന്ന് നമ്മളെ എല്ലാവരെയും പാനിക് ആക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു. അവർ ആ കമ്പനിയുടെ സ്റ്റോക്ക് കൂടുതൽ വാങ്ങിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് അവർ വെറും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത് 11.5 ലക്ഷം രൂപയാണ്. നല്ല വിഷനുള്ള, നല്ല വെൽതി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ വന്ന് അന്ന് 5 കോടി രൂപ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത് 55 കോടി രൂപയാണ് വെറും 5 വർഷം കൊണ്ട്. ആ വെൽതി ഇൻവെസ്റ്റർ ചെയ്തത് വലിയ മാജിക് ഒന്നുമല്ല. മിസ്റ്റർ മാർക്കറ്റിന്റെ വട്ടും മനസ്സിലാക്കി, ആ കമ്പനിയുടെ ട്രൂ വാല്യൂ മനസ്സിലാക്കി. സിമ്പിൾ ആയിട്ടുള്ള ഈ 2 കാര്യം മാത്രമാണ് ആ ഇൻവെസ്റ്റർ ചെയ്തത്. ഇനി പാർട്ട് 2, മോസ്റ്റ് ഓഫ് അസ്. ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മിക്ക ആളുകളും ഡിഫെൻസീവ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത 1000 പേര് നമ്മുടെ ഈ ഭൂമിയിലുണ്ടെന്ന് കരുതുക. ഈ 1000 പേരിൽ 900 ആളുകൾക്കും ചേരാൻ പോകുന്നതും ഈ ഡിഫെൻസീവ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈലാണ്. അപ്പൊ എന്താണ് ഈ സംഭവം? എന്താണ് ഈ ഡിഫെൻസീവ് ഇൻവെസ്റ്റിംഗ്? 2 തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ ഉണ്ട്. പലതരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ ഉണ്ടെങ്കിലും നമ്മൾ പ്രൈമറി ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട 2 തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ ഉണ്ട്. ഒന്ന് ഡിഫെൻസീവ്, 2 അഗ്രസീവ്. അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അവിടെ റിട്ടേൺസ് കിട്ടിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസും കിട്ടും. പക്ഷേ ഡിഫെൻസീവ് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് മേജർലി ഫോക്കസ് ചെയ്യുന്നത് ചെറിയ റിട്ടേൺസ് ആണെങ്കിൽ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, അതല്ലെങ്കിൽ ക്യാപിറ്റൽ, അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ മോസ്റ്റ് കേസസിലും ഡിഫെൻസീവ് സ്റ്റൈലിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു റിട്ടേൺസ് നമുക്ക് കിട്ടും. മോസ്റ്റ് കേസസിലും നമ്മുടെ ക്യാപിറ്റലിനെ നമുക്ക് പ്രിസർവ് ചെയ്യാനും സാധിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, നമ്മുടെ സ്പോർട്സിനൊക്കെ ഓരോ ടീമിനും വേണ്ടിയിട്ട് ആളുകൾ ബെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു വളരെ ചെറിയ ടീം ഒരു വലിയ ടീമുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണ് എന്ന് വെക്കുക. അപ്പോൾ വളരെ കുറച്ച് ആളുകൾ, മേ ബി 10 പേരായിരിക്കും ഈ ചെറിയ ടീമിന് വേണ്ടി ബെറ്റ് ചെയ്യാൻ പോകുന്നത്. അവരാണ് അഗ്രസീവായിട്ട് ബെറ്റ് ചെയ്യുന്ന ആളുകൾ. അതേസമയം ഈ വലിയ ടീമിന് വേണ്ടിയിട്ട് ബെറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകൾ കാണും. ഈ 10 പേര് കഴിഞ്ഞ് ബാക്കി 90 പേരും ബെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വലിയ ടീമിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഈ ചെറിയ ടീം വിജയിച്ചാൽ ഈ 10 പേര് ബെറ്റ് ചെയ്ത ആ 10 പേർക്ക് ഈ 90 പേരിട്ട പൈസയും കിട്ടും. അതേസമയം ഈ വലിയ ടീം തന്നെയാണ് വിജയിക്കുന്നതെങ്കിൽ ഈ 10 പേര് ബെറ്റ് ചെയ്ത പൈസ ഈ 90 പേർക്കും കൂടെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ 90 പേർക്കും വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണെങ്കിലും അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവായിരിക്കും. പക്ഷേ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ബെറ്റ് ചെയ്ത ആളുകൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെങ്കിലും അവർക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് വലുതായിരിക്കും. ഈ 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനും അതിൻ്റെതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ട്. പക്ഷേ ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത്, നമ്മൾ ഓരോ ആളുകളും നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക്കും, അതായത് നമ്മുടെയൊക്കെ റിസ്ക് ടോളറൻസും നമുക്ക് വേണ്ട റിസ്ക്കും തമ്മിലൊരു ബാലൻസ് ഉണ്ടാക്കിയിട്ട് മാത്രം ഇത് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അത് മാത്രമല്ല, ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത്, നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് എന്ന് പറയുന്നത് തന്നെ റിസ്കിനെ മാനേജ് ചെയ്യുന്നതാണ്, അതല്ലാതെ റിട്ടേൺസിനെ മാനേജ് ചെയ്യുന്നതല്ല എന്നുമാണ്. അപ്പോൾ ഞാൻ ക്വിക്കായിട്ട് പറയാം, നമ്മൾ ഡിഫെൻസീവ് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. 2, പ്രോമിനൻ്റ് ആയിട്ടുള്ള ബിഗ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. 3, ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഡോളർ കോസ്റ്റ് ആവറേജിങ്ങിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ്, അതല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ്, അതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു ഫണ്ടിന്റെ പ്രൈസ് എപ്പോഴും മുകളിലോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പോകുന്നത്, മേ ബി ഈ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് നമ്മളൊന്ന് ബൈ ചെയ്യും. അത് ചിലപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമായിരിക്കും. അതിനുശേഷം അത് താഴോട്ട് വരുന്ന സമയത്ത് പിന്നെയും അടുത്ത മാസമാവും നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെയും ചിലപ്പോൾ അത് വീണ്ടും താഴോട്ട് പോകും, അടുത്ത മാസമാവും നമ്മൾ അവിടെ വെച്ച് വീണ്ടും അത് ബൈ ചെയ്യും. അങ്ങനെ ഇത് മൂവ് ചെയ്യുന്ന ആ ഒരു പാത്തിലൊക്കെ നമ്മൾ പല പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ പല പോയിന്റിൽ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് കിട്ടാൻ പോകുന്നത് ഒരു ആവറേജ് പ്രൈസിലായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ആവറേജ് പ്രൈസിന് മുകളിൽ ഈ മ്യൂച്വൽ ഫണ്ട് എപ്പോൾ പോയാലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞാൽ ഇതാണ് ഡോളർ കോസ്റ്റ് ആവറേജിങ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ആവും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഇവിടുത്തെ കീ.
അപ്പോൾ പാർട്ട് 3, ദ റോങ് ഇക്വേഷൻ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട് പൈസ ഉണ്ടാക്കാൻ. ബൈ ലോ സെൽ ഹൈ എന്ന് പറഞ്ഞാൽ വില കുറയുമ്പോൾ വാങ്ങിക്കുക, വില കൂടുമ്പോൾ വിൽക്കുക. സിമ്പിൾ. ഈ ഒരൊറ്റ റൂൾ ഫോളോ ചെയ്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നിഫ്റ്റി 50 അതിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങുക, മുകളിലോട്ട് പോകുന്ന സമയത്ത് വിൽക്കുക, വീണ്ടും താഴോട്ട് പോകുമ്പോൾ വാങ്ങുക, മുകളിലോട്ട് പോകുമ്പോൾ വിൽക്കുക. ദ ബെസ്റ്റ് വേ ടു മേക്ക് മണി. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ബെഞ്ചമിൻ ഗ്രഹാം ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു തരത്തിലുള്ള ആളുകളുണ്ട്, എന്റർപ്രൈസിങ് ഇൻവെസ്റ്റേഴ്സ്. ഇവർക്ക് കുറച്ച് സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ ഉണ്ട്, നോളജ് ഉണ്ട്. നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്, റിസർച്ച് ടീമുണ്ട്, ഇതെല്ലാം അവർക്കുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹെഡ്ജ് ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്ത് ഒന്നും അല്ല പൈസ ഉണ്ടാക്കുന്നത്. അവരാരും ഇൻവെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയല്ല. അവരുടെ മുഴുവൻ ജീവിതം കൊണ്ടും അവർ എക്സ്ട്രാ ലെവലിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് നോളജ് അക്യുമുലേറ്റ് ചെയ്ത് സാധാരണ ആളുകൾ ഉണ്ടാക്കുന്നതിനേക്കാളും ആ ആവറേജ് റിട്ടേൺസിനേക്കാളും മുകളിൽ റിട്ടേൺസ് ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവരുണ്ടാക്കിയെടുത്ത ഒരുപാട് സ്കില്ലുകളിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലിനെ പറ്റി ഞാൻ സംസാരിക്കാം. അവരുടെ ഇൻവെസ്റ്റിംഗ് ഇക്വേഷനിൽ നിന്നും അവർ ഇമോഷൻസ് ഡിലീറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പല സ്കിൽസും നമ്മളിൽ പല ആളുകളും ഡെവലപ്പ് ചെയ്തെടുത്താലും നമ്മളിൽ മിക്ക ആളുകൾക്കും ഈ ഇമോഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിനെ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഇക്വേഷനിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കുറേ അനാലിസിസ് ഒക്കെ നടത്തി ഒരു കമ്പനി, ആ കമ്പനി വളരെ നല്ലതാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. അതിനിപ്പോൾ വില 800 രൂപയാണ് ഒരു സ്റ്റോക്കിന്. അപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, നമുക്കറിയാമല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം വില താഴുമ്പോൾ വാങ്ങിക്കുക, വില മുകളിലോട്ട് പോകുമ്പോൾ വിൽക്കുക. അപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ഞാൻ വാങ്ങും, മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ വിൽക്കും. ചെറിയൊരു ഡിപ്പ് വന്നു, ഇതിൻ്റെ വില 800-ൽ നിന്നും 700-ലേക്ക് വന്നു, പിന്നീട് 680-ലേക്ക് വന്നു. ഞാനപ്പോൾ കുറച്ച് സ്റ്റോക്ക് വാങ്ങി. പിന്നീട് തിരിച്ച് ഇതിൻ്റെ പ്രൈസ് കയറി 800-ലേക്ക് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാനിപ്പോൾ വിൽക്കുന്നില്ല, കാരണം ഈ സ്റ്റോക്ക് വളരെ നല്ലതാണ് എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ടേ വിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുന്നു. കുറച്ച് ആഴ്ചകളോടെ കഴിഞ്ഞു, പക്ഷേ അത് വീണ്ടും മുകളിലോട്ട് പോയില്ല, അതൊന്ന് താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ ചെയ്ത പ്ലാനിൽ എനിക്ക് 100% വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ താഴോട്ട് പോയപ്പോൾ ഞാൻ വീണ്ടും വാങ്ങാൻ തുടങ്ങി. 700-ആയി ഞാൻ വാങ്ങി, 650-ആയി ഞാൻ വീണ്ടും വാങ്ങി. പക്ഷേ അത് വീണ്ടും താഴോട്ട് പോകാൻ തുടങ്ങി, 500-ആയി, 400-ആയി. പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, ഈ കമ്പനി ശരിക്കും നല്ലതാണോ? എൻ്റെ അനാലിസിസ് അത് കറക്റ്റ് ആയിരുന്നോ? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നോ? ഞാൻ ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ പ്രൈസ് ഇത്രത്തോളം താഴോട്ട് പോകുന്നത്? അപ്പം അങ്ങനെ എനിക്ക് ചെറിയ തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും താഴോട്ട് പോയി. ഒരു 350 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഇമോഷൻസ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് എൻ്റെ കയ്യിലുള്ള മൊത്തം സ്റ്റോക്കും വിറ്റ് ഞാൻ ഒഴിവാക്കും. കിട്ടുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം എക്സിറ്റ് ചെയ്ത് അതെങ്കിലും ബാക്കി കാണും എന്ന് കരുതി നമ്മൾ ഇറങ്ങി ജീവൻ കൊണ്ട് ഓടും. ഇത് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇത് വളരെ വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ നല്ലൊരു കമ്പനിയാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് പോലും താഴോട്ട് പോയ സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഇമോഷൻസിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് 100% വിശ്വാസമുള്ള ഒരു കമ്പനിയിൽ മുറുകെ പിടിച്ച് നിന്ന് ഈ ഒരു ഡിപ്പിലും അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ 90% ആളുകൾക്കും ഇത് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഈ എൻ്റർപ്രൈസ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെ ബൈ ലോ സെൽ ഹൈ എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കാതിരിക്കുക. സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോളർ കോസ്റ്റ് ആവറേജിങ് ചെയ്യുക. കൃത്യമായിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, കൃത്യമായിട്ടൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുക, വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ കമ്പനിയുടെ പ്രൈസ് താഴോട്ട് പോകുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് താഴോട്ട് പോകുന്നുണ്ടോ, മുകളിലോട്ട് പോകുന്നുണ്ടോ എന്ന് ആവശ്യമില്ലാതെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ടും മുകളിലോട്ടും പോകുന്നത് നോക്കി വാങ്ങിക്കുന്നതിനെയാണ് ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാണ് എന്ന് നമ്മളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിന് ഇത് ഒരിക്കലും ചേരാത്തൊരു കാര്യമാണ് എന്നാണ് ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചാൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം അവിടോട്ട് ഇറങ്ങാൻ. ഇനി 4ാമത്തെ പാർട്ട്, ദ കോൺസെപ്റ്റ് ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അതിനോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇൻവെസ്റ്റിങ്ങിലെ റിസ്കിനെ പറ്റി. ഇൻവെസ്റ്റിംഗ് മാത്രമല്ല, നമ്മൾ പുറത്തിറങ്ങി വണ്ടി ഓടിക്കുന്നതും വെറുതെ വീടിനകത്തിരിക്കുന്നതിൽ പോലും റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുകയല്ല, റിസ്ക് മനസ്സിലാക്കി അത് മാനേജ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് വലിയ ട്രക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രക്ക്. അപ്പോൾ ഈ ട്രക്ക് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി വിൽക്കുന്ന സമയത്ത് ഇതിനൊരു സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിന് 10 ടൺ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ 15 ടൺ കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പോൾ ആ ട്രക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 15 ടൺ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി വെച്ചാണെങ്കിൽ പോലും ഇവർ വിൽക്കുന്ന സമയത്ത് അത് 12 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു ട്രക്ക് എന്ന് പറഞ്ഞായിരിക്കും വിൽക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ലോഡിംഗ് എറർ സംഭവിച്ചാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തരത്തിലുള്ള സിറ്റുവേഷൻ വന്നാൽ ഈ ട്രക്ക് ഫെയിൽ ആവാതിരിക്കാനായിട്ടാണ്
ആ ഒരു ബഫർ അവർ വെക്കുന്നത്. ഇത് തന്നെയാണ് ബേസിക്കലി മാർജിൻ ഓഫ് സേഫ്റ്റി. ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ജേർണിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കീപ്പ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും കുറച്ച് മഴ പെയ്ത് വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓടിപ്പോയി 10-15 കിലോ അരി വാങ്ങി വെക്കുന്നത് പോലും ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ സേഫ്റ്റിക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്ന ആ ഒരു ബഫർ, അതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി. പക്ഷേ അത് ഇൻവെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ മിക്ക ആളുകളും ചെയ്യാറില്ല. പക്ഷേ അത് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതിന് സ്റ്റേബിൾ ഏർണിങ്സ് ഉണ്ടോ, ഇതെല്ലാം നോക്കണം. ഇൻഡിവിജ്വൽ സ്റ്റോക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുമ്പോൾ ആ സ്റ്റോക്ക് കൂടുതൽ വാങ്ങിക്കാനും ശ്രമിക്കുക എന്നാണ് ബെഞ്ചമിൻ ഗ്രഹാം ആ പുസ്തകത്തിൽ പറയുന്നത്. ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. മേ ബി നമുക്ക് അത് ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഐഡിയ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തി ആ ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നല്ല പ്രൈസിൽ അത് വാങ്ങിക്കാൻ സാധിക്കും. ഇനി പാർട്ട് 5, ദ കോൺസെപ്റ്റ് ഓഫ് അസറ്റ്. ഈ പുസ്തകത്തിൽ ബെഞ്ചമിൻ ഗ്രഹാം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ അസറ്റ് ക്ലാസ്സും ഓരോ ആളുകൾക്കും തരുന്നത് പലതരത്തിലുള്ള റിസ്ക് ആയിരിക്കും. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു അസറ്റ് ക്ലാസ്സിന് ഒരു സ്പെസിഫിക് റിസ്ക് ആയിരിക്കും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ബെഞ്ചമിൻ ഗ്രഹാം ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. 2 ഫാമിലി, ഈ 2 ഫാമിലിയും ഒരേ സ്ഥലത്ത് ഒരേ സമയം വന്ന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീട് വാങ്ങിക്കുന്നു, ഒരേപോലത്തെ പ്രൈസ്. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമായിട്ട് 2 പേർക്ക് അത്യാവശ്യം നല്ല റേറ്റിലാണ് ഈ വീട് വാങ്ങിക്കാൻ സാധിച്ചത്. ആദ്യത്തെ ഫാമിലി അവിടെ സെറ്റിലായി, അവിടെ ഒരു നല്ല ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നു, ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തൊട്ടടുത്ത് തന്നെ ജീവിക്കുന്നതാണ്. അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ്. അവർ കുറേ നാളത്തേക്ക് അവിടെ ജീവിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളുമാണ്. സെക്കൻഡ് ഫാമിലി, അവർ ഒരു ജോലി കിട്ടി അവിടെ വന്ന് നിൽക്കുന്നവരാണ്. റെൻറ്റ് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരൊരു വീട് വാങ്ങി എന്ന് മാത്രം. അവർക്ക് അവിടെ ഫ്രണ്ട്സും ഫാമിലിയും ഒന്നും ഇല്ല. എത്ര നാൾ അവർ അവിടെ കാണും എന്ന് പോലും അവർക്ക് ഉറപ്പില്ല. നമ്മളെല്ലാവരും പറയുന്നത് പോലെ തന്നെ റെൻറ്റ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ചുറ്റുമുള്ള ആളുകളെല്ലാം പറഞ്ഞ് ആ ഒരു പ്രഷറിൽ വീട് വാങ്ങിയ ആളുകൾ മാത്രമാണ് അവർ. അപ്പോൾ ബെഞ്ചമിൻ ഗ്രഹാം പുസ്തകത്തിൽ പറയുന്നത് ഈ സെക്കൻഡ് ഫാമിലിക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടാലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിറ്റിയിലോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയാലോ അവർക്ക് ചിലപ്പോൾ ഈ വീട് വിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മേ ബി അവർക്ക് വീട് കീപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഗ്രഹാം അതിനെപ്പറ്റിയൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ വർക്കിംഗ് ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേ സമയം ഈ ഒരു വീടും മറ്റൊരു സ്ഥലത്തെ റെന്റും താങ്ങാൻ സാധിക്കില്ല എന്നൊരു അസംഷനാണ് ഗ്രഹാം ഇവിടെ എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി 1-2 വർഷം അവരോട് താമസിച്ചിട്ടാണ് ഇവർക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, അവർക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എങ്കിൽ മേ ബി ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലാണെങ്കിൽ അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഒരല്പം താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് നഷ്ടത്തിൽ ആ വീട് വിറ്റ് ഒഴിവാക്കേണ്ടതായിട്ടും വന്നേക്കാം. 10-15 വർഷം അവർ ആ വീട് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു വലിയ ലാഭമായിരിക്കാമായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ നെയ്ബറിന് വലിയ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയ ആ സെയിം നെയ്ബർഹുഡിൽ തന്നെ ഒരു പ്രോപ്പർട്ടി അവർക്ക് പക്ഷെ നഷ്ടമായിട്ടാണ് വന്നത്. കാരണം അവരുടെ പേഴ്സണൽ സിറ്റുവേഷൻ അതിന് അനുകൂലമായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രം. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ചുറ്റും വന്നാലും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചേരുന്ന ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് പ്രോപ്പറായിട്ട് ലോജിക്കലായിട്ട് അസസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. വേറെ ഒരാൾക്ക് നല്ലതായതുകൊണ്ട് എനിക്കത് നല്ലതാവണമെന്നില്ല. മേ ബി എനിക്കത് ഹൈ റിസ്ക് ആയേക്കാം. സോ അതാണ് പാർട്ട് 5. ഈ അസറ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ 5 പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഫസ്റ്റ് വൺ, ദി കോൺസെപ്റ്റ് ഓഫ് മണി മാർക്കറ്റ്. സെക്കൻഡ്, ഡിഫെൻസീവ് സ്റ്റൈൽ വേഴ്സസ് അഗ്രസീവ് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ്. പിന്നെ 3, ബിഹേവിയറൽ ഫിനാൻസ് ഓർ ദി റോങ് ഇക്വേഷൻ. ഇനി 4, ദി കോൺസെപ്റ്റ് ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി. 5, ദി കോൺസെപ്റ്റ് ഓഫ് അസറ്റ് ക്ലാസസ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 5 പോയിന്റ് മാത്രം ഈ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരനോട് പോയി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ അവർ പറയും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ എന്ന്. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയോ? അതത്ര കോംപ്ലിക്കേറ്റഡ് ആണോ? മിക്ക ആളുകൾക്കും അതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിക്കാണാൻ വഴിയില്ല. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അതല്ലാതെ ഇതൊന്നും ശരിക്കും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, നമ്മൾ കുറച്ച് മെനക്കെട്ട് ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കോൺസെപ്റ്റ്സ് നിങ്ങൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് വരുത്താൻ പോകുന്ന പല മിസ്റ്റേക്സും നിങ്ങൾ വരുത്തില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി കുറെ കൂടെ ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബിഗിനേഴ്സിന് വേണ്ടി ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ചെയ്ത ഹോൾ വീഡിയോയുടെ പ്ലേലിസ്റ്റ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഇൻവെസ്റ്റിംഗിൽ ബിഗിനർ ആണെങ്കിൽ ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിക്കും.